തീ കത്തിക്കാനെടുക്കുന്ന തീപ്പെട്ടിക്ക് മറ്റെന്തെല്ലാം സാധ്യതകളുണ്ടാവാം? പൊതുവെ ആരും ഗൗനിക്കാത്ത തീപ്പെട്ടിയിലെ ലേബലുകൾ നാടിന്റെ സംസ്കാരവും ചരിത്രവും നേട്ടങ്ങളും ഉപഭോക്താവിന്റെ കൈകളിൽ അറിവായി എത്തിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ചേർത്തല ടൗൺ LP സ്കൂൾ അധ്യാപകൻ. ചേർത്തല പ്രഥമേഷ് മന്ദിറിൽ അരവിന്ദ് കുമാർ പൈ. 23 വർഷത്തിനിടെ 21 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് അരവിന്ദ് ശേഖരിച്ച തീപ്പെട്ടികളുടെ എണ്ണം 1 ലക്ഷം കവിഞ്ഞു. പക്ഷികളും പഴങ്ങളും സിനിമാ താരങ്ങളും ലേബലാവുന്ന സാധാരണ തീപ്പെട്ടികൾ മുതൽ ലിമിറ്റഡ് എഡിഷനുകൾ വരെ ഉൾപ്പെടുന്നതാണ് ശേഖരം. മഹാത്മാഗാന്ധിയുടെ 154-ാം പിറന്നാളിനോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ തീപ്പെട്ടി ഉൽപാദകർ പുറത്തിറക്കിയ ഗാന്ധി പസിൽ തീപ്പെട്ടി, ചന്ദ്രയാൻ വിക്ഷേപണത്തോടനുബന്ധിച്ച് തയ്യാറായ ഇരുട്ടിൽ ബഹിരാകാശം കണക്കെ ദൃശ്യമാകുന്നവ, ISROയുടെ PSLV മോഡൽ എന്നിവയാണ് ലിമിറ്റഡ് എഡിഷനിൽ ഉൾപ്പെടുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന അരവിന്ദ് ഓരോ യാത്രക്കിടയിലും റോഡിൽ നിന്നും കടകളിൽ നിന്നും ഉൽപാദനശാലകളിൽ നിന്നുമാണ് ഇവ ശേഖരിക്കുന്നത്. 1 ലക്ഷത്തിൽ പരം തീപ്പെട്ടികൾ കൈവശമുള്ളപ്പോഴും 20,000 രൂപയിൽ താഴെയാണ് ചെലവഴിക്കേണ്ടി വന്നത്. 70% കൂടുകളും വഴിയോരത്ത് കളഞ്ഞു കിട്ടിയവയാണ്. അരവിന്ദിന്റെ പിതാവ് മുരളീധര ബാബു തുടർച്ചയായി പുകവലിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം വീട്ടിൽ കൊണ്ടുവരുന്ന തീപ്പെട്ടികളിലെ ചിത്രങ്ങളാണ് ആദ്യം ശേഖരിച്ചു തുടങ്ങിയത്. ജോലി സംബന്ധമായി തമിഴ്നാട്ടിൽ കഴിഞ്ഞ നാളുകളാണ് തീപ്പെട്ടികളിലെ വൈവിധ്യം തിരിച്ചറിഞ്ഞത്. ചന്ദ്രയാന്റെ ഒരു വെറൈറ്റി മാച്ച് ബോക്സ് കളക്ഷൻ ആണ്. അതിനകത്ത് ചന്ദ്രയാനെ കുറിച്ച് പറയുന്നുണ്ട്, ചന്ദ്രയാൻ 1 കുറിച്ച് പറയുന്നുണ്ട്, 2 കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചന്ദ്രയാൻ 3 കുറിച്ചും പറയുന്നുണ്ട്. ഇതിനകത്തുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, രാത്രി ഇത് തിളങ്ങും, ഫ്ലൂറസെന്റ് കളറിൽ തിളങ്ങും. രാത്രി ഫുൾ ഡാർക്ക്നെസ്, കംപ്ലീറ്റ് ഇരുട്ടില് ഇത് തിളങ്ങുന്ന ഒരു വെറൈറ്റിയാണ്. അവിടെ സിനിമാക്കാരെയൊക്കെ ആരാധിക്കുന്ന ഒരു രീതി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ ഒരു ഏകദേശം 300ഓളം നടിമാരെയും നടന്മാരെയും മാച്ച് ബോക്സിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന്റെ കളക്ഷനാണ് ഏകദേശം 300. അതിനകത്ത് നമ്മുടെ കേരളത്തിലെ നടിമാരും അതേപോലെ തമിഴിൽ അഭിനയിച്ച നടന്മാരും ഒക്കെ പെടും. വെറൈറ്റിയാണ് ഇതൊക്കെ. ലൈറ്ററുകൾക്ക് നിരോധനമുള്ളതിനാൽ അവിടെ തീപ്പെട്ടിയാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. സിനിമാ താരങ്ങളുടെ മുഖമുള്ള തീപ്പെട്ടികൾ ആദ്യമായി കണ്ടു. പക്ഷികൾ, മൃഗങ്ങൾ, സ്ഥലങ്ങൾ, വാഹനങ്ങൾ, വസ്തുക്കൾ തുടങ്ങി വ്യത്യസ്തമായ ചിത്രങ്ങൾ പതിച്ച തീപ്പെട്ടികൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ തീപ്പെട്ടികൾ ലഭിച്ചത് തീപ്പെട്ടി വ്യവസായത്തിന്റെ കേന്ദ്രമായ തമിഴ്നാട്ടിൽ നിന്നാണ്. 60ലേറെ തവണയാണ് അവിടേക്ക് പോയത്. ഒരിക്കൽ രാമേശ്വരം മുതൽ ധനുഷ്കോടി വരെ 20 കിലോമീറ്റർ ദൂരം നടന്ന് 300ലേറെ തീപ്പെട്ടി കൂടുകൾ കൈക്കലാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.